അവൻ ദൈവത്തിന് ആരോടാണ് ഇടപെടേണ്ടതെന്ന് നന്നായി അറിയാം. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരോടും ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടാകാം, പക്ഷേ എനിക്കും നിങ്ങൾക്കും തമ്മിൽ പരിചയമുള്ള പരിചയത്തിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴങ്ങൾ അറിയുന്നവനായ ഒരു ദൈവം നമുക്കുള്ളത്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് നിങ്ങളെ പരിചയമുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളോട് അധികം പ്രോഫസി പറയാൻ താല്പര്യമില്ല. കാരണം നിങ്ങൾ ഓർക്കും ഞാനത് വന്നിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പറയുന്നതാണെന്ന്. പക്ഷെ പ്രവചനം അങ്ങനെയല്ല, ആരുടെയും പ്രേരണയാൽ വരുന്നത്. ദൈവാത്മാവ് സംസാരിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആമോസിൻ്റെ പുസ്തകം 3:7 പറയുന്ന പോലെ തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ യഹോവയായ ദൈവം ഒരു കാര്യവും ചെയ്യുകയില്ല. ദൈവം ഒരു കാര്യത്തെ വചനത്തിലൂടെ വെളിപ്പെടുത്താതെ ഒരിക്കലും ഒന്നും ചെയ്യില്ല. അത് ദൈവം നമുക്ക് ആർക്കും അറിയത്തില്ലാത്ത പരിചയമില്ലാത്ത മനുഷ്യരിലൂടെ, അല്ലെങ്കിൽ നമുക്കറിയത്തില്ലാത്തത് നമ്മൾ ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നേരിട്ട് സംസാരിക്കുമ്പോൾ ഓർത്തോണം, ഇത് ദൈവമാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ ദൈവം തരികയാണിന്ന്. ഇന്ന് അത്ഭുതകരമായ മാറ്റം. എനിക്ക് ട്രാൻസിഷൻ എന്നൊരു വാക്ക് കർത്താവ് തരും. നമ്മുടെ മിനിസ്ട്രി ഒരു ട്രാൻസിഷൻ്റെ മണ്ഡലത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക, കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിൽക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിൻ്റെ അഭിഷിക്തന്മാരാണ്, ദൈവത്തിന് വേണ്ടി അയക്കപ്പെടേണ്ടവരാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ഫ്രീ ആവുക, ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ മുട്ടുമടക്കുക. അങ്ങനെയെങ്കിൽ ദേശാന്തരങ്ങളെ കീഴടക്കുന്ന ഒരു സൈന്യത്തിൻ്റെ പുറപ്പാടിൻ്റെ ശബ്ദം എൻ്റെ ചെവിയിൽ ഞാൻ ആത്മാവിൽ കേൾക്കുന്നുണ്ട്.